ആ നീ എന്താ ഇവിടെ? കുറേ നാളായി കണ്ടിട്ട്. എങ്ങനെ കാണാനാ, ജയിലിലായിരുന്നില്ലേ? ജയിലില്ല. അല്ല അത് പോട്ടെ, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? എവിടെ? അതെന്തു പറ്റി? ഈ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആര് പെണ്ണ് കൊടുക്കാൻ? എന്നാ പിന്നെ നിനക്കെന്നെ കെട്ടിക്കൂടായിരുന്നോ? ഞാനൊന്നും പറയുന്നില്ല, നീ വേറെ വല്ലതും പറയും. അത് പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ. അതൊന്നുമല്ല, അവനെല്ലാം ഗവൺമെൻറ് ജോലിയുണ്ട്, കൂടാതെ പോലീസുകാരൻ. പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നുമോ? അതെന്താ, എന്തു പറ്റി? സ്ത്രീധനം തന്നെ കാര്യം, എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുത്തു. ഇപ്പോൾ അയാൾക്ക് കാറ് വേണമെന്ന് പറഞ്ഞായിരുന്നു തുടക്കം, അതും വില കൂടിയ കാറ്. നീ വീട്ടിൽ പറഞ്ഞില്ലേ? വീട്ടിൽ ബാ നമുക്കൊരു ചായ കുടിക്കാം. നീ എന്താ വീട്ടിൽ പറയാത്ത? വീട്ടിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാ. അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ ഉള്ളതൊക്കെ വിറ്റുപറക്കിയല്ലേ നിന്നെ കെട്ടിച്ചതെന്ന്. അത് പിന്നെ ഞാൻ വീട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ അതൊരു ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യവും വീട്ടിൽ പറയാറില്ല. ഞാനെന്ത് പറയാം, നിന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് നിന്നെ മാത്രം മതിയായിരുന്നു. എൻ്റെ കാസ്റ്റ്, ജോലി, അതൊക്കെയല്ലേ നിനക്ക് പ്രശ്നമായത്. അതൊക്കെ പോട്ടെ. എന്നാൽ ഞാൻ പോട്ടെ. ഇനി എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് കാണണം. നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഇനി നമ്മൾ കാണുമെന്ന് തോന്നുന്നില്ലടാ. ശരി എന്നാ. വീണ്ടും സ്ത്രീധന പീഡനത്തിൽ ആത്മഹത്യ. ദിവ്യ എന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. കൊലപാതകമെന്നും സംശയമുണ്ട്. ദിവ്യയുടെ ഭർത്താവ് ഒളിവിലാണ്. പ്രതി പോലീസ് ആയതുകൊണ്ട് കേസിൽ അട്ടിമറികൾ നടത്താൻ സാഹചര്യമുണ്ട്. ഇനി നമ്മൾ കാണുമെന്ന് തോന്നുന്നില്ലടാ. ഇനി എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് കാണണം.